അൽഹംദുലില്ലാ അങ്ങനെ എല്ലാവരുടെയും ജീവിതത്തിൽ നിന്ന് ഒരു ദിവസം കടന്നുപോയി പുതിയൊരു ദിവസം തുടങ്ങി. ഇന്നത്തെ വീഡിയോയിൽ രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. അങ്ങനെ രാവിലെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ കിച്ചണിലേക്ക് കയറാണ്. നല്ല സന്തോഷവും സമാധാനമുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുകയും സംഭവിക്കുകയും ചെയ്യട്ടെ. അപ്പോൾ മോട്ടർ ഓൺ ചെയ്ത് ചായ വെക്കാനുള്ള വെള്ളം എടുക്കുകയാണ്. രാവിലെ തന്നെ ടാങ്ക് കൂടെ നിറച്ച് വെച്ചാൽ ഒരു സമാധാനമാണ് കേട്ടോ. ഈ വെള്ളം വരുന്നത് നേരിട്ട് ടാങ്കിൽ നിന്നല്ല. ടാങ്കിലുള്ള വെള്ളം വരുന്നത് നമ്മൾ മോട്ടർ ഇടുന്ന ടൈമിൽ ടാങ്കിലേക്ക് പോകുന്നതിന് മുമ്പ് വരുന്ന വെള്ളമാണ് കേട്ടോ. ഗ്യാസ് സിലിണ്ടർ രാത്രി എപ്പോഴും പൂട്ടി വെക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ഓൺ ചെയ്ത് നമുക്ക് തീ കത്തിക്കാം. അങ്ങനെ ഇനി ഇത് അവിടെ കിടന്നങ്ങനെ തിളക്കട്ടെ. ഇന്ന് പത്തിരിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പത്തിരിക്ക് ഞാൻ രാത്രി തന്നെ തലേ ദിവസം തന്നെ ഞാനത് കുഴച്ച് പരത്തി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈസിയാണ്. അടുത്ത രാവിലെ തന്നെ പത്തിരി കുഴക്കലും പരത്തലും ആകെ ജഗപൊക്കെ ആയിരിക്കും. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈസിയാണ് കേട്ടോ. ഇത് ഫ്രിഡ്ജിൽ ഇങ്ങനെ പരത്തി വെച്ചു എന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കില്ല. ഇനി ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് പുറത്ത് തന്നെ ഇങ്ങനെ ഒരു പാത്രത്തിൽ അടച്ചു വെക്കാം. ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചു. ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് പണികളൊക്കെ പെട്ടെന്ന് ഒതുക്കി തീർക്കാൻ പറ്റും. രാത്രി പണികളൊക്കെ തീർത്തിട്ട് പാത്രം കഴുകലും മറ്റുമൊക്കെ കഴിഞ്ഞിട്ട് ഈ പത്തിരി പരിപാടിക്ക് നിന്നാൽ മതി. അതുപോലെ പത്തിരിയിലേക്ക് ചിക്കൻ കറിയാണ് കേട്ടോ. ഇന്നലെ രാത്രിക്കേക്ക് ചിക്കൻ കറി ആയിരുന്നു. അപ്പോൾ രാവിലേക്കും കൂടെ ചേർത്ത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു ഉമ്മ. അങ്ങനെ ഞങ്ങൾ രാവിലേക്കുള്ള ചിക്കൻ കറി കൂടെ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ ചിക്കൻ കറി ഉള്ളതുകൊണ്ടാണ് നാളെ പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇനി പത്തിരി ചുട്ടെടുക്കണം. ഇങ്ങനെ ആകുമ്പോൾ പോയി ചുട്ടെടുക്കേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ, വേറെയുള്ള പരിപാടികളൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ പത്തിരി പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ചോറിന് വെള്ളം വെച്ചു. ഇന്ന് വിറകടുപ്പിലാണ് വെച്ചിട്ടുള്ളത്. റൈസ് കുക്കറിലും ചില സമയത്ത് വെക്കാറുണ്ട്. അത് ഓരോ മൂഡനുസരിച്ചിരിക്കും. ചിലപ്പോൾ തോന്നും റൈസ് കുക്കറിൽ വെക്കാം, ചിലപ്പോൾ തോന്നും വിറകടുപ്പിൽ വെക്കാം. കൂടുതൽ വിറകടുപ്പിൽ തന്നെയാണ് വെക്കാറ്. ചിലപ്പോൾ പെട്ടെന്നൊക്കെ പണി തീർക്കേണ്ട എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ റൈസ് കുക്കറിലാണ് വെക്കാറ്. അങ്ങനെ ചായ ആയിട്ടുണ്ട്, പത്തിരി ആയിട്ടുണ്ട്, അതിലേക്കുള്ള ചിക്കൻ കറി ആയിട്ടുണ്ട്, ബ്രേക്ക്ഫാസ്റ്റിനുള്ള സംഭവങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇനി അടുത്തത് അലക്കലാണ്. ഞാൻ രാവിലത്തെ പണിയൊക്കെ തീർന്നു കഴിഞ്ഞാൽ അലക്കാൻ ഇറങ്ങും. അതിനുശേഷമാണ് ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യാറ്. അങ്ങനെ ഇനി അലക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. അങ്ങനെ അലക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത ഉച്ചയ്ക്കുള്ള പരിപാടിയാണ്. അതിൻ്റെ ഇടയിൽ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടോ. ഞങ്ങൾ ചായ കുടിച്ചു, മക്കൾക്കും ഒക്കെ ചായ കൊടുത്തു. പിന്നെയാണ് ഉച്ചയ്ക്കുള്ള പരിപാടിക്ക് ഇറങ്ങി തിരിച്ചത്. അലക്കൽ കഴിഞ്ഞ് കയറിയപ്പോൾ അവിടുന്ന് കുറച്ച് മുരിങ്ങയും പറിച്ചും ഇങ്ങോട്ട് കയറി ഇന്ന് താളിപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുരിങ്ങയിലൊക്കെ അവിടെ ഇരുന്ന് അങ്ങനെ ഊരി. അങ്ങനെ ചായ കുടിയും അലക്കലും മറ്റു പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ചോറ് ഏകദേശം വേവായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ഇടയിൽ ചോറൊക്കെ വാർത്ത് എന്നിട്ട് ഞാൻ താളിപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ താളിപ്പ് ഉണ്ടാക്കി. അങ്ങനെ താളിപ്പൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ ഉപ്പേരിക്കുള്ള പയറെടുത്ത് സിറ്റ് ഔട്ടിൽ വന്നിരുന്നു. അവിടെ ഇരുന്ന് ആണ് ഞാൻ സാധാരണ ഉപ്പേരിക്കൊക്കെ അരിയാറ്. അവിടെ വന്നിരുന്ന് മുറ്റത്തിരുന്ന് എല്ലാവരോടും ഒന്ന് രണ്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ആ വരുന്നത് ഞങ്ങളുടെ അയൽവാസി കുഞ്ഞുമുത്താത്തയാണ് കേട്ടോ. ഉമ്മ കുഞ്ഞുമുത്താത്തയോട് എന്തൊക്കെയോ ചോദിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. ഞങ്ങൾ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന വീട് അത് ജ്യേഷ്ഠൻ്റെ വീടാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നത് മറ്റൊരു ജ്യേഷ്ഠൻ്റെ വീട്. എല്ലാവരുടെ വീടും അടുത്തടുത്താണ് കേട്ടോ. അങ്ങനെ അവരോടുള്ള കുശലം പറച്ചിലിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ പയർ അങ്ങോട്ട് അരിഞ്ഞു തീർത്തു. ഇനി ഇത് ഉപ്പേരിയാക്കി മാറ്റണം. അങ്ങനെ ഉപ്പേരി പരിപാടി തുടങ്ങി. ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു, ഉള്ളി വാട്ടി. ഇനി അരിഞ്ഞ് കഴുകി വെച്ചിട്ടുള്ള പയർ അതിലേക്ക് ഇടുക, ഉപ്പിടുക, പച്ചമുളക് ഇടുക, ഇളക്കി കൊടുക്കുക, അടച്ചു വെക്കുക. ഉപ്പേരി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അങ്ങനെ ഉപ്പേരി അവിടെ കിടന്ന് ആവട്ടെ.
ഇത് ഇന്നലെ വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള മീനാണ് കേട്ടോ. ഇന്നലെ കുറച്ച് എടുത്തിരുന്നു, അതിൻ്റെ ബാക്കിയാണ്. ഇനി ഇത് വെള്ളത്തിലിട്ട് വെക്കാം. ഇത് പൊരിക്കാനുള്ളതാണ്. അതിൻ്റെ ഇടയിൽ നമുക്കൊന്ന് അടിച്ചു വാരാം. അതൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കാം. ഞാൻ ഇതിൽ ചൂലാണ് കേട്ടോ ഉപയോഗിക്കാറ് കൂടുതലും. എനിക്ക് അതാണ് ഇഷ്ടം. കാരണം അതുകൊണ്ട് അടിച്ചു വാരുമ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയും. പ്ലാസ്റ്റിക് ചൂലൊക്കെ വെച്ച് അടിച്ചു വാരുമ്പോൾ എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നതാണോ എന്തോ, കുറേ സമയം എടുക്കുന്ന പോലെ തോന്നും. നല്ല തുമ്പുള്ള ഈർക്കിളിച്ചൂല് വെച്ചാണ് ഞാൻ കൂടുതലും അടിച്ചു വാരാറ്. പ്ലാസ്റ്റിക് ചൂലുണ്ട് എന്നാലും ഞാൻ ഈർക്കിളിച്ചൂലാണ് ഉപയോഗിക്കാറ് കേട്ടോ. എനിക്കതാണ് ഇഷ്ടം. അങ്ങനെ ആകൊക്കെ അടിച്ചു വാരി. അപ്പം അടിച്ചു വാരി കഴിയുമ്പോഴത്തേനും വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള മീനൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഞാനത് മസാല തേച്ച് പുരട്ടി ഫ്രിഡ്ജിൽ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് ഫുഡ് കഴിക്കുന്ന ടൈമിൽ അത് പൊരിച്ചെടുക്കും. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ നേരെ തുടക്കാൻ നിന്നു. അങ്ങനെ അതൊക്കെ ഞാൻ തുടച്ചെടുത്തു. അങ്ങനെ അടിച്ചു വാരലും തുടക്കലൊക്കെ കഴിഞ്ഞപ്പോൾ അകൊക്കെ ഒന്ന് വൃത്തിയായി. ഈ അടിച്ചു വാരി തുടച്ചിട്ട് അകൊക്കെ ഒന്ന് കാണാൻ ഒരു പ്രത്യേക സുഖമാണ് അല്ലേ, മനസ്സിനൊരു സന്തോഷമാണ്. എല്ലാ പണിയും കഴിഞ്ഞ് വൃത്തിയായി ഇങ്ങനെ നോക്കുമ്പോൾ. കിച്ചൺ ഞാൻ ലാസ്റ്റ് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഞാൻ തുടയ്ക്കാറുള്ളൂ. അവിടെ കുറച്ച് ചെറിയ പരിപാടിയും കൂടെ ഉണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് കിച്ചണും കൂടെ ഒന്ന് തുടച്ചെടുക്കുക, പിന്നെ കുളിക്കുക. അപ്പം ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള മീൻ എടുത്ത് പൊരിച്ചു. അങ്ങനെ ചോറായി, കറിയായി, മീനായി, ഉപ്പേരിയായി, എല്ലാമായി. ഇനി പോയി കുളിക്കണം. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് സമാധാനത്തിൽ സിറ്റൗട്ടിൽ ഒന്നൊന്ന് ഇരുന്നു. ഒരു മുറ്റത്തേക്ക് നോക്കി കുറച്ച് സമയം ഇരിക്കും. അതൊരു പതിവാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.